എടീ നമ്മളിനി ഇരിക്കാനായിട്ട് എവിടെ ഇരിക്കും നമ്മള്? വലിയ സാധനം പോയതുപോലെ റൂം മൊത്തത്തിൽ കാലിയായ പോലെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഇത് മാറ്റിയപ്പോ എനിക്ക് വാവരെയും കൊണ്ട് അവിടെ കിടത്തി. അപ്പൊ ഞങ്ങള് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ബെഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ കട്ടില് നമുക്ക് ഇനി ഇവിടെ ആക്കാല്ലേ. ഇനി 2 ദിവസം കിടപ്പ് നമുക്ക് ലോഡ്ജിലാക്കാം. അപ്പുറത്ത് നമുക്ക് ഗോഡൌൺ ആക്കാന്ന് പറഞ്ഞിട്ട് എല്ലാം പാക്ക് ചെയ്ത് അവിടെ വെക്കാന്ന് പറഞ്ഞിട്ട് നിക്കുന്നു. കുഞ്ഞിപ്പെണ്ണി ഇപ്പൊ എണീറ്റ് ആക്റ്റീവ് ആയല്ലോ. ഹലോ ഹലോ കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേ. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഇവിടെ ബെഡ് ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ മൊത്തത്തിൽ മസായി കിടക്കാം. മൊത്തത്തിൽ ഇങ്ങനെ ബെഡും ഡുവറ്റും എല്ലാം അതിന്റെ പൊക്കത്തേക്ക് ഇട്ട് അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചാൽ ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ കട്ടിലിന്റെ അടിയിൽ കുറേ സ്റ്റഫുകൾ ഇരിപ്പുണ്ട്. അതല്ല ഇനി ഇതെല്ലാം ഊരി ഇനി അപ്പുറത്ത് കൊണ്ടുപോയി ഫിക്സ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ നമുക്ക് ഇരിക്കാനും ഫുഡ് കഴിക്കാനും എല്ലാത്തിനും ഇനി ഈ ഒരു ബെഡാണ് ആശ്രയമുള്ളൂ. വേറെ വഴിയൊന്നും ഇല്ല. ഇനിയിപ്പോ കട്ടിൽ എന്തായാലും നമുക്ക് ഊരി സേഫിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റും. ലോക്കറിൽ നമ്മുടെ അടുത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റും. പക്ഷെ ഈ ബെഡ് എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. ഇത് ഇങ്ങനെ ഇരിക്കണം. ഇതെല്ലാം കളയണം. മൊത്തത്തിൽ നാശകോശമായെന്ന് തോന്നുന്നത്. ഇപ്പൊ ഇത് കളഞ്ഞിട്ട് വേറെ ഇനി വരുമ്പോ വാങ്ങിയാൽ മതി. വന്നു കഴിയുമ്പോ നല്ല പണിയുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ ബെഡിന് ഇപ്പൊ കൊടുക്കണ്ട എവിടെയും ചാരി എവിടെയും വെക്കാൻ പറ്റും. ഇതൊന്ന് പൊക്കി നോക്കിക്കേ നീ. അല്ലെങ്കിൽ ഇത്രയും വലിയ സ്പേസ് ഒന്നും ആരും തരത്തില്ലടി. ഇവിടെ എല്ലാവർക്കും മിനിമൽ സ്പേസ് അല്ലേ ഉള്ളൂ. ഈ ബെഡൊക്കെ കൊണ്ട് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ ദിവസം അപ്പൊ ഫുള്ള് ഇതായിരിക്കും പരിപാടി. കാരണം ഇവിടെ ഒന്ന് ജസ്റ്റ് വൂവറും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ കട്ടില് സെറ്റ് ചെയ്യണം. പിന്നെ അപ്പുറത്ത് ബാക്കി പാക്കിങ്ങും പരിപാടി എല്ലാം സെറ്റ് ചെയ്തിട്ട് അതും സെറ്റാക്കി ചെയ്യണം. കാരണം ഇന്ന് പാസ്പോർട്ട് വന്നാലാണ് ബാക്കി ഞങ്ങൾക്ക് ഒരു ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനായിട്ട്. അപ്പൊ ഹോപ്പ്ഫുള്ളി ഇന്ന് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ ചെയ്യുന്നു? ഇങ്ങനെ തട്ടിക്കുട്ട് പോലെയൊക്കെ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നു. ഒരു ഗോഡൌണിൽ താമസിക്കുന്ന ഗോഡൌണിലല്ല, ഐ മീൻ ഇങ്ങനെ ഇവിടെ ലോഞ്ചിൽ ഇങ്ങനെ സോഫ ആയിട്ട് അവിടെ സോഫയല്ല, സോഫയിൽ പോലെ കട്ടിലിറക്കി കിടന്നു ടി വി ഉണ്ട്. അത് ടി വി എടുത്ത് ബെഡ്റൂമിൽ വെച്ചാ പോലെ. അല്ല ഇങ്ങനെ എന്തോ ഒരു നമ്മളിങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഇഷ്ടമാണോ നിനക്ക്? വെരി ഗുഡ്. അങ്ങനെ വേണം പെണ്ണുങ്ങളായ. സോഫ മാറി പെട്ടെന്ന് ചെയറിലേക്ക് വന്നപ്പോല്ലേ ഒരു ഡിസ്കംഫർട്ട്. നമുക്ക് പക്ഷെ ഒരു സുഖമില്ല അല്ലേ ഫുഡ് കഴിക്കാനൊക്കെ. നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നിനക്ക് പിന്നെ ഇത് ഇഷ്ടമാണല്ലോ അല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ. പക്ഷെ ഞാൻ പറയട്ടെ, ഞങ്ങള് സിമ്പിൾ ആക്കി ടോസ്റ്റ് ആക്കിയല്ലേ ഇന്ന്. ഒരുപാട് നമ്മൾ സാധനങ്ങളൊന്നും മേടിക്കുന്നില്ലല്ലോ ഇപ്പൊ. ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ ഇന്ന് പോയിട്ട് ചിക്കനൊക്കെ വാങ്ങണം 2 ദിവസത്തേക്കും കൂടെ ഉള്ള. അപ്പൊ ഇന്നത്തെ പരിപാടി ഇതാണ്. ഇവിടെ ഇനി ഇപ്പം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അപ്പുറത്തെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവിടെ ഒരു ഗോഡൌൺ പോലെ എല്ലാം ബോക്സിലാക്കി പാക്ക് ചെയ്ത് വെക്കണം. അതാണ് ലക്ഷ്യമുള്ളത്. പിന്നെ ബെഡ് ഇവിടെ സെറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഇനി ബെഡിൽ മാത്രമേ ഇരിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇനിയിപ്പോ ഷിനോചാട്ടൊക്കെ വന്നത് നിലത്തിരുത്താൻ പറ്റത്തില്ലല്ലോ അല്ലേ? അതെ, ഇനി എല്ലാവരും കൂടെ 4 ചുറ്റും ഇരുന്നാ മതി. ഞങ്ങളുടെ ടീപ്പോയും പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഒരു അലമാരയും പോയിട്ടുണ്ടല്ലേ. അത് രണ്ടും ഇനി ആൾക്കാർ കളക്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് ഇട്ടിട്ട് സെയിൽ ചെയ്തായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ആൾക്കാർ വരും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇവിടെ കളിച്ചോണ്ടിരിക്കുക. ഹലോ കുഞ്ഞിപ്പെണ്ണേ. അവള് കളിച്ചോണ്ടിരിക്കുകയാണ്. എന്താ ദാസം നമുക്ക് നേരത്തെ ഈ ബുദ്ധി തോന്നാഞ്ഞ്? സത്യം എന്താ സുഖം മിസ്സാക്കി ഞാൻ. നോക്കിയേ ഇപ്പൊ നമ്മളെ ബെഡൊക്കെ ഇട്ട് ഇവിടെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടോണ്ടിരിക്കുക. എന്ത് രസമാന്ന് നോക്കി. ഭയങ്കര രസമാട്ടോ ഇത്. നേരത്തെ ചെയ്യണ്ടായിരുന്നു നമ്മള്. മണ്ടത്തര ഇപ്പൊ വെറുതെ വേസ്റ്റ് ചെയ്ത്. റൂം വെറുതെ ലഗേജ് ഒക്കെ വെക്കുന്ന ഒരു റൂം ആക്കിയിട്ട് ഇവിടെ ഈ സോഫയ്ക്ക് വരെ ബെഡൊക്കെ ഇട്ടിങ്ങനെ സിനിമ കണ്ടിങ്ങനെ ചില്ലടിച്ചിരുന്നാ മതിയായിരുന്നു അല്ലേ? ഇത് കൊള്ളാം. ഇപ്പം ഇങ്ങനെ ഇട്ടപ്പോഴേ കുറച്ചും കൂടെ ഒരു സിനിമ തിയേറ്ററിലെ വൈബ് കിട്ടി അല്ലേ? അത് കുറച്ച് കൂടി പോയല്ലേ? അത് ഇത്തിരി കൂടി പോയെങ്കിലും പക്ഷെ കൊള്ളാം. നല്ല വൈബ് ഉണ്ട്. ടി വി കാണാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി കുറച്ച് സാധനങ്ങൾ ഇവിടെ സോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യണം. ഇതെല്ലാം ഒന്ന് അപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ക്ലിയർ ആവും അല്ലേ? അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം അല്ലേ? ഏജൻസിക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. സത്യം പറഞ്ഞാല് ഇന്ന് ഞങ്ങളുടെ പാസ്പോർട്ട് വരുമെന്നായിരുന്നു ഞങ്ങൾക്ക് മെസ്സേജ് വന്നിരുന്നു. പക്ഷെ അത് റീഷെഡ്യൂൾ ചെയ്ത് നാളത്തേക്കാക്കി. ഇനിയിപ്പോ നാളത്തേക്ക് വെയിറ്റ് ചെയ്യണം. മണ്ടാരം ഓരോ ദിവസം ഇതെന്താ ഇത് വരാത്ത ഇതെന്താ? അതെ, ടിക്കറ്റിനൊക്കെ റേറ്റ് അപാരമാണ്. അയ്യോ ഒന്നും അറിയില്ല. പിന്നെ ഞാൻ ഇന്ന് പോയി ഞങ്ങളത് കാരണം എന്ത് ചെയ്ത് ഉള്ള സാധനങ്ങൾ മൊത്തവും
എന്താ ഒഴിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. സാധനങ്ങളൊന്നും ഇല്ല. ഇന്ന് പോയി കുറെ സാധനങ്ങൾ ചിക്കനും ബ്രെഡും കാര്യങ്ങളെല്ലാം മേടിച്ചോണ്ട് വന്ന് അയ്യോ നടക്കുവാനോ. നാളെങ്കിലും വരുമോ? നാളെങ്കിലും വന്നില്ലെങ്കിൽ പെട്ടുകൂടിയാണ്. ഞാൻ ഇന്ന് രാവിലെ ആണെങ്കിൽ GP വിളിച്ച് ഇവൾക്ക് രണ്ടാമത്തെ വാക്സിന് ബുക്ക് ചെയ്തല്ലേ. ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് സത്യം പറഞ്ഞാല് അത് നാട്ടിൽ പോണ കാരണം നാട്ടിൽ നിന്ന് എടുക്കാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്താ. പക്ഷെ ഇനിയിപ്പോ എന്തായാലും ബുക്ക് ചെയ്തിട്ട് മീൻസ് എടുത്തിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ. മറ്റന്നാള് ഹെൽത്ത് വിസിറ്റർ വരും. ഞാൻ അത് ആലോചിക്കുന്നത് ഇവിടെ കൊണ്ട് ഇരുത്തുവരെ അവരെ ഇരിക്കാതെ ബെഡിൽ കയറി അമ്മച്ചോട് പറയാം ബെഡിൽ ഇരിക്കാൻ പറയാം. വേണേ കിടന്നിട്ട് പോയാ മതി എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ചായ കൊടുക്കാം അല്ലേ. കുഞ്ഞിപ്പെണ്ണ ഉറക്കാണോ? ഹലോ, ഞങ്ങൾക്ക് തണുക്കുന്നു. ഞങ്ങൾ ഇവിടെ തണുത്ത് വിറച്ച് കിടക്കുക. സുഖമല്ലേ? നീ കരഞ്ഞിട്ട് കാര്യമില്ല. നീ ടമ്മി ടൈം ചെയ്തിട്ട് പോയാ മതി. ചെയ്യ് ടമ്മി ടൈം. ഇല്ല ചെയ്താ മതി. ചെയ്യ്. തലവൊക്ക് ഇടി കിടന്നിട്ട് തലവൊക്ക്. നിന്റെ കുണ്ടിയല്ല പൊക്കണ്ടത്. തലവൊക്കടി. പറ്റുന്നിന്നെ കൊണ്ട് നീ പൊക്കിയതാ കഴിഞ്ഞ ദിവസം. പിടി പിന്നെ പോണ്. രണ്ട് കൈ ഇവിടെ. ഇനി എണീക്ക്. അതിനോടെ ചെയ്യുമല്ലോ. ഞാൻ ഓർത്തവള് ചെയ്യുമായിരിക്കും. കഴിഞ്ഞ ദിവസം അവള് ചെയ്തതല്ലേ? കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. ഇനി ഇവളല്ലേ ഇപ്പൊ ഈ കാണിക്കുന്നത്? ഇത് കള്ളക്കരച്ചില്ല. തല നോക്കിപ്പിടി. ഇപ്പൊ കരച്ചിലും ഇല്ല, ഒന്നുമില്ല. കണ്ണീന്ന് വെള്ളം പോലും വന്നിട്ടില്ല. നോക്കി കുഞ്ഞിപ്പെണ്ണേ. ഇല്ല പോട്ടെ കുഞ്ഞിപ്പെണ്ണേ. ഇല്ല പൊന്ന കുഞ്ഞിപ്പെണ്ണേ. എന്റെ വീഡിയോ പിടിക്കുവാണല്ലേ ഉമ്മ. കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേ. അയ്യോ സങ്കടമായോ? ഇല്ല സങ്കടം വേണ്ട. പാല് കുടിക്കാം നമുക്ക്. കുഞ്ഞിപ്പെണ്ണിന്റെ സീറ്റ് എന്തേ? സീറ്റിലിരിക്കാം നമുക്ക്. യെസ്, അങ്ങനെ ഞങ്ങളുടെ പാസ്പോർട്ട് വന്നു. DX ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഇവര് എന്ത് ടൈപ്പാണ്. 2 ദിവസം മുമ്പ് വരേണ്ട സാധനം ഇത് ഇന്നാണ് പറഞ്ഞത്. കിട്ടിപ്പോയി പൊന്നാ, നിന്റെ പാസ്പോർട്ട് കിട്ടിയടാ. ഇതെന്തോ നോക്കിക്കേ, നിന്റെ പാസ്പോർട്ട്. അനുവേ, നിന്റെ പാസ്പോർട്ട് നിനക്ക് എപ്പോഴാണ് കിട്ടുന്നത്? UK വരുന്നതിന് മുന്നേ. അപ്പോഴാണ് നീ അപ്ലൈ ചെയ്തത്? 18 വയസ്സായപ്പോഴാണ് അപ്ലൈ ചെയ്തിട്ടുള്ള? പിന്നെ 18 വയസ്സായപ്പോ ഞാൻ പാസ്പോർട്ട് ഞാൻ 18 വയസ്സായപ്പോ അപ്ലൈ ചെയ്തതാ. 18 അല്ലല്ലോ, ഞാൻ 10ാം ക്ലാസ്സിന് വെക്കേഷൻ അപ്ലൈ ചെയ്തതാ. സൗദിയിൽ പോകാൻ വേണ്ടിട്ട്, പപ്പയുടെ അടുത്ത് പോകാൻ വേണ്ടിട്ട്. അപ്പൊ ഇപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ പാസ്പോർട്ട് 3 മാസം ആവുന്നു. അപ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണിന്റെ പാസ്പോർട്ട് വന്ന്. നാട്ടി പോകാലോ, നമുക്ക് നാട്ടി പോകാലോ. എഴുതി കൊടുത്തതാണല്ലേ? ഞാൻ എഴുതി കൊടുത്തത്. നമ്മള് തന്നെയാണ് പാക്ക് ചെയ്യുന്നത് അവിടുന്ന്. ലൈക്ക് നമ്മുടെ അഡ്രസ് നമ്മള് പെർഫെക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കണം. പൊട്ടിക്ക് എങ്ങനെയുണ്ട് കാണിച്ച്. ഇംഗ്ലീഷ് UK കാരി. എന്റെ പൊന്നെ, എന്റെ കൊച്ചനെ UK കാരി പൊണ്ണാണ്. എടി നീ ഇതെന്തിനും അറിയുന്നുണ്ടോ? നീ ജനിച്ചത് ചേർത്തലയില്, ഞാൻ ജനിച്ചത് ചേർത്തലയില്. അങ്ങനെയല്ല, ഇവള് UK യുണൈറ്റഡ്. ഇവള് ഇപ്പൊ നാട്ടില് നമ്മള് സെറ്റിൽ ആയി, നാട്ടില് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നു. പിള്ളേര് ചോദിക്കുക എവിടെയാ ജനിച്ചേ? UK. എന്റെ മോനെ വിഷയം തന്നെ. കൊള്ളാല്ലേ, അതൊരു ഹാപ്പിനെസ് അല്ലേ സത്യം പറഞ്ഞാ. ഇനി എന്താ അടുത്ത പരിപാടി? എന്താണ്? നാട്ടിലേക്ക് പോകാലോ, നമുക്ക് നാട്ടിലേക്ക് പോകാലോ. കുഞ്ഞിപ്പെണ്ണിന്റെ ആദ്യ ഫ്ലൈറ്റ്. നമുക്ക് സർട്ടിഫിക്കറ്റ് റെഡിയാക്കണ്ടേ? എടി, കുഞ്ഞിപ്പെണ്ണിന്റെ കോസ്റ്റ്യൂം സെറ്റ് ആക്കിയോ? ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല. പിന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നെങ്കിൽ ക്ലീനിങ്ങും പരിപാടിയൊക്കെ അതേപോലെ തന്നെ നിൽക്കുകയാണ്. അടുത്ത ദിവസം 3ാമത്തെ ദിവസമാണല്ലോ നമ്മുടെ ഈ ട്രാക്കിംഗ് നമ്പർ വന്നിട്ട് നമുക്ക് കിട്ടുന്നത്. അത് എന്ത് തേപ്പല്ലേ ശരിക്കും? അത് സത്യം, ഇത് അവിടുന്ന് പോന്നെന്ന് പറഞ്ഞതാണല്ലേ? അത് മിനിഞ്ഞാന്ന് വരേണ്ട സാധനമാടി. പിന്നെ ഇന്ന് നമ്മൾ വിളിച്ചവരെ കംപ്ലൈന്റ് അല്ല, നമ്മൾ ജസ്റ്റ് അവരോട് ചാറ്റ് ചെയ്ത് ആയിരിക്കും ഇന്ന് നേരത്തെ കുറച്ചും കൂടെ ഇത് വന്നത്. ഒരു ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് പാക്കിങ്, കിച്ചൺ എല്ലാം ക്ലോസ് ചെയ്യണം, എല്ലാം പാക്ക് ചെയ്യണം. ടെൻഷൻ ആവുന്നതിന് പോയി. അല്ല, ടിക്കറ്റ് നോക്കട്ടെ, റേറ്റ് പറഞ്ഞത് നോക്കട്ടെ. വെയിറ്റ് ചെയ്തിരുന്ന അവസാനം ഇത് വന്നു. അവളാണെങ്കിൽ ഒന്ന് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട് കരയാന്നുള്ളൊരു പ്ലാനിൽ ഓടി വന്ന് ഞാൻ ഞെട്ടിച്ചത്. അവള് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് കാറി പോയി അവളെ ഉണർത്തിയില്ല. കരയാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ ഏതായാലും ടിക്കറ്റ് എടുത്തിട്ട് വരാം അല്ലേ? Yes.